ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ അടിപൊളിയാണ് ഈസി ആയിട്ടുള്ള അസൈൻമെൻറ്റ് ബോർഡർ ഐഡിയാസ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫേസ്റ്റ് വൺ, ഇതുപോലെ ഹാഫ് സർക്കിൾസ്, എക്സാക്ട്ലി ഹാഫ് സർക്കിൾസ് അല്ല എന്നാലും ഒരു ഏകദേശം ഒരു ഹാഫ് സർക്കിൾ രൂപത്തിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ലാവൻഡർ ഷെയ്ഡ് മാർക്കർ കൊണ്ടാണ് ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നത്. പിന്നെ അത് കളർ ചെയ്തും കൊടുക്കുക. 4 കോർണേഴ്സിലും പിന്നെ അതിൻ്റെ സെൻറ്റേഴ്സിലുമായിട്ട് വരച്ചു കൊടുത്തിട്ട് ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ലേശം ഗ്യാപ്പ് വിട്ട് ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഇതുപോലെ ഇല വരച്ചു കൊടുക്കുക 4 കോർണേഴ്സിൽ, അല്ലെങ്കിൽ പിന്നെ താഴെ ഒരു കോർണറിൽ വരച്ചു കൊടുത്തിട്ട് പിങ്ക് കളർ കൊണ്ട് ഇതുപോലെ മൂൺ ഷേപ്പിൽ പിന്നെ കുറച്ച് ഡോട്ട്സ് വരച്ചു കൊടുക്കുക. അടുത്ത ഡിസൈൻ ഇതുപോലെ സ്കൈ ബ്ലൂ കളർ എടുത്തിട്ട് വിഗ്ലി പാറ്റേണിൽ ഇങ്ങനെ 4 കോർണേഴ്സിലും പിന്നെ അതിൻ്റെ സെൻറ്റേഴ്സിലായിട്ട് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യുക. പിന്നെ ഇത് കളർ ചെയ്യുന്നത് കളർ പെൻസിൽസ് യൂസ് ചെയ്ത് കളറും ചെയ്യാം. ഞാനിവിടെ മാർക്കർ കൊണ്ട് തന്നെ കളർ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഇതുപോലെ ഇലകൾ വരച്ചു കൊടുക്കുക. പിന്നെ ഇതെല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെ വരയ്ക്കണമെന്നില്ല, എല്ലാം മാറി മാറി ഓരോ ബ്ലൂ കളറിലും വരച്ചു കൊടുക്കുക. ഇനി അടുത്ത ഡിസൈൻ ഇതിങ്ങനെ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും അതിൻ്റെ ലൈറ്റർ ഷെയ്ഡും എടുത്ത് ഇങ്ങനെ വേവ് പാറ്റേണിൽ വരച്ചു കൊടുക്കുക. ഒരു ലാവൻഡർ ഷെയ്ഡ് അല്ലെങ്കിൽ സ്കൈ ബ്ലൂ കളർ എടുത്തിട്ട് 3 ബോർഡേഴ്സ് ഇതുപോലെ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മുന്നേ വരച്ച അതേപോലെ തന്നെ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഇങ്ങനെ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ ക്രോസ് ചെയ്യുന്ന രീതിക്ക് വരച്ചിട്ട് ഇതുപോലെ ലീവ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബോർഡേഴ്സ് ആണ്. ഇതിൽ കാണുന്ന പോലെ 4 സൈഡ്സിലും ഇങ്ങനെ ലാവൻഡർ ഷെയ്ഡ് കൊണ്ട് ബോർഡർ വരച്ചു കൊടുക്കുക. എന്നിട്ട് പ്രീവിയസ് വൺ വരച്ച പോലെ തന്നെ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന പോലെ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് വരച്ചു കൊടുക്കുക. പിന്നെ റാൻഡമായിട്ട് ഓരോന്നിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ 2 ഹാർട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് 2-3 കുത്തുകൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഡിസൈൻസ് എല്ലാം പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ഞാനായിട്ട് വരുത്തിയിട്ടുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് ആ ലൈൻ ഇങ്ങനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് കാണുന്ന പോലെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ അടിപൊളിയല്ലേ? നല്ല എലഗൻറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ. ഇനി അടുത്ത ഡിസൈൻ ഇതുപോലെ കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള സർക്കിൾസ് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി അടുത്ത് കളർ ചെയ്യുന്ന പരിപാടി. ലാവൻഡർ ഷെയ്ഡ് കളർ പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ താഴത്തെ സർക്കിളിൽ പിന്നെ മിഡിലെ സർക്കിളിൽ പിന്നെ മേലെയുള്ളൊരു സർക്കിളിൽ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ഓരോ സർക്കിൾസിൽ കളർ ചെയ്ത് കൊടുക്കുക. പിന്നെ പിങ്ക് ഷെയ്ഡ് പിന്നെ നമ്മൾ ആ പെൻസിലിൽ വരച്ചതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഞാൻ ആദ്യം ബ്ലാക്ക് പെന്ന് കൊണ്ട് വരച്ചപ്പോൾ കുറച്ച് ലൈറ്റർ ആയിപ്പോയി, അതുകൊണ്ട് സ്കെച്ച് കൊണ്ട് വീണ്ടും അതിൻ്റെ മേലെ വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വരയ്ക്കുന്ന പോലത്തെ ഫ്ലവേഴ്സ് അതിൽ ഓരോന്നിൽ വരച്ചു കൊടുക്കുക. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ലീവ്സും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വിത്തിൻ 3 to 4 minutes കൊണ്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ മാർക്കർ എടുത്തിട്ട് ഈ 3 കോർണേഴ്സിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കൊടുക്കുക. അങ്ങനെ ഈ ഡിസൈനും റെഡി. നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന ഡിസൈനും എൻ്റെ ഫേവറേറ്റ് ആണ്. ഒരു സൈഡിൽ മാത്രം ഇതുപോലെ വളഞ്ഞു പോകുന്ന ലൈന് വരച്ചു കൊടുക്കുക. പിന്നെ ബാക്കി 3 സൈഡ്സിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കൊടുക്കുക അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. പിന്നെ ആ വളഞ്ഞ ലൈനിൽ ഇതുപോലെ കൊമ്പ് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് 3 കളറാണ് വേണ്ടത്. ലൈറ്റ് വയലറ്റ് കളറ്, ബ്ലാക്ക് കളറ്, പിന്നെ ഗ്രേപ്പ് കളറ്. അങ്ങനെ ഓരോ റാൻഡം ആയിട്ടുള്ള ഓരോ ബ്രാഞ്ചസിൽ ഇതുപോലെ ഈ കാണുന്ന പോലെ സർക്കിൾസ് ഓരോ കളറിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് കളർ കുറച്ച് കുഞ്ഞിതായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കുത്ത് വെച്ച് കൊടുക്കുക. പിന്നെ ആ 2 കോർണേഴ്സിൽ 2 ഹാർട്ട് ഇങ്ങനെ ചെറുതായിട്ട് വരച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ അല്ലേ? പിന്നെ ലാവൻഡർ ഷെയ്ഡ് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഏറെക്കുറെ എല്ലാ ഡിസൈൻസിലും ലാവൻഡർ ഉണ്ട് കേട്ടോ. ഇതുപോലെ 4 കോർണേഴ്സിൽ ഇങ്ങനെ ക്ലൗഡ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാത്തിൻ്റെയും സെൻറ്ററിലായിട്ട് ഇങ്ങനെ പിങ്ക് കളറിൽ ഇതുപോലെ വീണ്ടും ക്ലൗഡ് വരച്ചു കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ ക്ലൗഡിനും ഒരു ഔട്ട്ലൈൻ പോലെ ചെറുതായിട്ട് ഗ്യാപ്പ് വിട്ട് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ പെന്നാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീണ്ടും ഇതുപോലെ ചെടി വരച്ചു കൊടുക്കുന്ന പോലെ കുറച്ച് ഹാർട്ട് ഷേപ്പിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ലീവ്സും പൂവിൻ്റെ നടുക്ക് കുറച്ച് വരയും പിന്നെ അപ്പുറത്തെ സൈഡിൽ അതേപോലെ വരയ്ക്കുക. പിന്നെ മേലെ 2 സൈഡ്സിൽ ഇതുപോലെ സ്റ്റാറും പിന്നെ കുറച്ച് ഡോട്ട്സും പിന്നെ ആ കാണുന്ന പോലെ കൂടെ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി വരയ്ക്കാൻ പോകുന്ന ബോർഡർ കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. ഇരുന്ന് വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്താൽ മതി കേട്ടോ. 4 സൈഡ്സിൽ ഇതുപോലെ ഡബിൾ ബോർഡറായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് വരയ്ക്കുക.
പിന്നെ എല്ലാ ഗ്യാപ്പുള്ള സ്ഥലത്തും ഇതുപോലെ ലീവ്സ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് കളറിങ്. ഇതുപോലെ ഡാർക്ക് ഗ്രീൻ കളർ സ്കെച്ച് കൊണ്ട് അല്ലെങ്കിൽ കളർ പെൻസിൽ കൊണ്ട് കളർ അടിച്ചു കൊടുക്കുക. ഈ ഡിസൈൻ വരയ്ക്കാൻ കുറച്ച് ക്ഷമ വേണ്ടി വരും കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഇരുന്ന് വരയ്ക്കേണ്ട പരിപാടി ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൽ കാണുന്ന പോലെ ഓരോ ലീവ്സിൻ്റെ സൈഡ്സിലായിട്ട് ലൈറ്റ് ഗ്രീൻ കളർ കൊണ്ട് ഇതുപോലെ സ്ട്രോക്സ് വരയ്ക്കുക. അടുത്ത ഡിസൈനിൽ പിങ്ക് സ്കെച്ച് കൊണ്ട് ഈ 3 സൈഡ്സിലായിട്ട് ഇങ്ങനെ ക്ലൗഡ് വരച്ചു കൊടുക്കുക. പിന്നെ ബ്ലാക്ക് പെന്നും കൊണ്ട് അതിൻ്റെ മേലെ കൂടെ തന്നെ വരച്ചു കൊടുക്കുക. പിന്നെ ഈ കാണുന്ന പോലെ ഗ്യാപ്പ് വിട്ട് വരയ്ക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് വള്ളി വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ പൂക്കളും ഇലകളും വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തോ. പിന്നെ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന കളർ ഒരു പാളിപ്പോയ കഥയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ കൊടുത്തോളൂ. പിന്നെ കളർ ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എടുക്കുന്ന കളറിൻ്റെ ലൈറ്റർ അല്ലെങ്കിൽ ഡാർക്കർ ഷെയ്ഡായിട്ട് ഫ്ലവേഴ്സിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡിസൈനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ലൈറ്റ് ബ്ലൂ കളർ ഇങ്ങനെ ഹാഫ് സർക്കിൾസ് ഓരോ സൈഡിലും 2 വെച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഞാൻ ലൈറ്റ് ഷെയ്ഡിലുള്ള മാർക്കറും പിന്നെ അതിൻ്റെ നടുവിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കെച്ച് ലൈറ്റ് ബ്ലൂ കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ബ്ലൂ സ്കെച്ച് എടുത്താലും ഓക്കെ. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് പിങ്ക് കളറിൽ ഇതുപോലെ സർക്കിൾസ് വരച്ചു കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ലീവ്സ് വരച്ചു കൊടുത്ത് പിന്നെ കുറച്ച് ഡോട്ട്സ് വരച്ചെടുക്കുക. അങ്ങനെ വളരെ ഈസി ആയിട്ട് 2-3 മിനിറ്റ് കൊണ്ട് എല്ലാവരെ കൊണ്ടും വരയ്ക്കാൻ പറ്റുന്ന അടിപൊളി ബോർഡർ ഡിസൈൻസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഡിസൈൻസ് നോക്കി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നോക്കി വരയ്ക്കാവുന്നതാണ്. അങ്ങനെ ഇതുപോലത്തെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സും ഈസി ആയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.